നിക്കരാഗോയിൽ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെ കത്തോലിക്ക വിരുദ്ധ നിലപാടുകൾ തുടരുന്നു. രാജ്യത്ത് വർഷങ്ങളായി നടത്തിയിരുന്ന ഫാത്തിമ മാതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പോലീസ് തടഞ്ഞു. അതേസമയം ഒർട്ടേഗയുടെ സ്വേച്ഛാധിപത്യ നിലപാടുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ നെറ്റ്വർക്ക് ഫോർ വാല്യൂസ് എന്ന അന്താരാഷ്ട്ര ശൃംഖലയും രംഗത്തെത്തി. നിക്കരാഗോയിൽ പ്രസിഡന്റ് ഡാനിയൽ ഓർട്ടഗ കത്തോലിക്ക സഭയെ അടിച്ചമർത്താൻ സ്വീകരിക്കുന്ന നിലപാടുകൾ ശക്തി പ്രാപിക്കുകയാണ്. കത്തോലിക്ക റേഡിയോ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടിയതും മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സഭയിലെ അംഗങ്ങളെ നാടുകടത്തിയതും മതകൽപ്പ രൂപതയുടെ മെത്രാൻ മോൺസിഞ്ഞോർ റൊളൻഡോ ആൽവരസിനെ വീട്ടുതടങ്കലിലാക്കിയതിനും പുറമെ നിക്കരാഗോയിൽ കാലങ്ങളായി അനുഷ്ഠിച്ചു പോന്നിരുന്ന ഫാത്തിമ മാതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും സർക്കാരിന്റെ ഉത്തരവിനെ തുടർന്ന് പോലീസ് തടഞ്ഞു. പ്രദക്ഷിണം നടത്താൻ സാധിച്ചില്ലെങ്കിലും മനാഗ്വ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ 1000-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. ഓഗസ്റ്റ് 13 ശനിയാഴ്ചയാണ് പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ക്രമീകരിച്ചിരുന്നത്. എന്നാൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ ഈ പ്രദക്ഷിണത്തിന് തടയിടുകയായിരുന്നു. കൂടാതെ നിക്കരാഗോയിലെ ഓരോ രൂപതകളിലെയും പ്രതിനിധികൾ കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ഫാത്തിമ മാതാവിന്റെ ഒരു രൂപം സ്വീകരിക്കുന്ന ഒരു പതിവും നിക്കരാഗോയിൽ നിലനിന്നിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 13 പ്രസ്തുത ചടങ്ങിന് പങ്കെടുക്കാൻ തയ്യാറെടുത്ത 2 രൂപതകളിൽ നിന്നുള്ള 2 വൈദികരെ കത്തീഡ്രലിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് പോലീസ് വിലക്കുകയും ഇവരുടെ വാഹനങ്ങൾ രജിസ്ട്രേഷൻ രേഖകളുടെ അഭാവമുണ്ടെന്ന് ആരോപിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. മതപീഡനത്തിന് നടുവിലും കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കുന്ന കാഴ്ചയ്ക്കാണ് കത്തീഡ്രൽ അങ്കണം സാക്ഷിയായത്. നിക്കരാഗോയിലെ വിശ്വാസികളുടെ ഹൃദയത്തിൽ ആഴപ്പെട്ട ഫാത്തിമ മാതാവിനോടുള്ള ഭക്തി ആർക്കും ഉന്മൂലനം ചെയ്യാൻ സാധിക്കില്ലെന്ന് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ മനാഗ്വ ആർച്ച് ബിഷപ്പ് കർദിനാൾ ലിയോപോൾഡോ ബ്രെൻസ് വ്യക്തമാക്കി. അതേസമയം ഡാനിയൽ ഓർട്ടഗയുടെ സ്വേച്ഛാധിപത്യ നിലപാടുകൾക്കെതിരെ പൊളിറ്റിക്കൽ നെറ്റ്വർക്ക് ഫോർ വാല്യൂസ് എന്ന അന്താരാഷ്ട്ര ശൃംഖലയും രംഗത്തെത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 11 പ്രസ്തുത ശൃംഖല പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഡാനിയൽ ഓർട്ടഗയുടെ കത്തോലിക്ക വിരുദ്ധ നിലപാടുകളെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരുന്നു. കത്തോലിക്ക സഭയ്ക്കെതിരെ നടത്തുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പ്രസ്തുത സംഘടന ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മതകൽപ്പ രൂപതയ്ക്കെതിരായ അടിച്ചമർത്തൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ശക്തി പ്രാപിച്ചിരിക്കുകയാണെന്നും രൂപതയുടെ മെത്രാൻ മോൺസിഞ്ഞോർ റൊളൻഡോ ആൽവരസിനെ നാടുകടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സംഘടന പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 4 വർഷങ്ങൾക്കുള്ളിൽ ഭരണകക്ഷിയായ സാൻഡിനിസ്റ്റ നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ 250ഓളം അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ശൃംഖല അപ്പസ്തോലിക പ്രതിനിധി വോൾഡെമർ സ്റ്റാൻസിലോ സൊമർട്ടാഗും മനാഗ്വ സഹായ മെത്രാൻ സിൽവിയോ ജോസ് ബേസും ഉൾപ്പെടെ നിരവധി പുരോഹിതർ നാടുകടത്തപ്പെട്ടുവെന്നും കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്.